പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 27:13 Psalms 27:13. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഞാൻ പാർക്കുന്ന ദേശത്ത്, ഞാനായിരിക്കുന്നിടത്ത് യഹോവയുടെ നന്മ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും? കാണുകയില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, വലിയ കഷ്ടത്തിലായി പോകുന്നു ഒക്കെ ഒരു പക്ഷേ പറയുന്നവരും അങ്ങനെ പഠിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ദൈവവചനം പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. അത് കാണുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന ഒരു വാക്കാണ്. കാണുന്നില്ലെങ്കിൽ കഷ്ടം. ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിൽ കാണും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവമക്കളെ, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ നന്മ ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പലരും ഇതെൻ്റെ അവസ്ഥയാണ്, ഇതെൻ്റെ വിധിയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആകത്തുള്ളൂ എന്നൊക്കെ ഹൃദയംഗമായി പറഞ്ഞുകൊണ്ട് പലപ്പോഴും അവരുടെ ജീവിതം അങ്ങ് വളരെ എന്താണ് ഇടുങ്ങിയും വളരെ ഒരു ചുരുങ്ങിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാതത്തിൽ പറയുന്നു, നീ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ആമേൻ. എത്ര പേർക്ക് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് പറയാൻ പറ്റും, ഞാൻ കാണും? എന്ത്? ദൈവത്തിന് നന്മ കാണുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾക്കൊന്ന് കൽപ്പിച്ച് പ്രവചിച്ചൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ യഹോവയുടെ നന്മ കാണും ജീവനുള്ളവരുടെ ദേശത്ത്. പ്രിയരെ, പലരും പറയും, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നിനക്ക് സാധിക്കത്തില്ല, നിന്റെ കുടുംബത്തിന് പറ്റത്തില്ല. പക്ഷേ പറഞ്ഞാട്ടെ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി ചില നന്മയുടെ വാതിലുകളെ തുറന്നു തരുന്ന ദൈവമാണ്. ഒന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി ചിലതിനെ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒരു സമയമാണ്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. പിതാവേ, വചനത്തിനാട്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ശക്തീകരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.